പാലക്കാടത്തെ ജനങ്ങളോട് എന്താണ് വികസനത്തെ കുറിച്ച് പറയാനുള്ളത്? വികസനം പല ആളുകളുടെ ആവശ്യങ്ങൾ പലതാണ്. പല ആളുകളുടെയും ആവശ്യങ്ങൾ ഏറ്റവും ബേസിക്കായ ആവശ്യങ്ങൾ മുതൽ വലിയ വലിയ ആവശ്യങ്ങൾ വരെയുണ്ട്. അത് എല്ലാവരെയും അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ എല്ലാവർക്കും ഗുണം വരുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. വികസനത്തിന് എപ്പോഴും ഒരു പൊതു സ്വഭാവങ്ങളുണ്ട്. ആ എല്ലാ സ്വഭാവങ്ങളും നിലനിർത്തിക്കൊണ്ടും പുതിയ കാര്യങ്ങൾ കുറച്ചുകൂടെ വിഷനായിട്ട് എങ്ങനെയാണ് വ്യക്തിപരമായ ആളുകളിലേക്ക് കുറച്ചുകൂടെ ഗുണം കിട്ടുന്നത്, അതിനെന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ നോക്കിയിട്ട് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. പാലക്കാടിന്റെ ജോഗ്രഫി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ട് നാഷണൽ ഹൈവേ, അതുപോലെ ഇൻഡസ്ട്രിയൽ കോറിഡോർ, അതുപോലെ കലാ സാംസ്കാരിക രംഗം, അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിന്റെ വളരെയധികം ക്രൗഡഡ് ആയിട്ടുള്ള മേഖലയും കൂടിയാണ്. ഈ 5 സെഗ്മെന്റ് എടുക്കുകയാണെങ്കിൽ പിഷാരടി ഏത് സെഗ്മെന്റിനായിരിക്കും ഫസ്റ്റ് കൊടുക്കുക പ്രിഫറൻസ്? എനിക്ക് 5 ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കയ്യിലെ 5 വിരലുകൾ പോലെയാണ്. ഞാനൊരു MLA എന്നുള്ള നിലയിൽ എല്ലാവരുടെയും 1 ലക്ഷത്തി 1.5 ലക്ഷത്തിലധികം ആളുകളുടെ MLA ആണ് ഞാൻ. അങ്ങനെ ഓരോ ഘട്ടം തിരിച്ചിട്ട് ഒരാളുടെ മാത്രം പ്രതിനിധിയാകാനോ ഒരാളുടെ മാത്രം ആകാനോ പറ്റില്ല. ഇവരെല്ലാം പരസ്പരം കണക്റ്റഡാണ്. ഇപ്പം നിങ്ങൾ ഹൈവേ എന്ന് പറഞ്ഞു, ഹൈവേ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല. ഇൻഡസ്ട്രിയൽ കോറിഡോർ കൊണ്ടുണ്ടാകുന്ന ഗുണം ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമല്ല. ചെറുപ്പക്കാർക്ക് എന്ന് പറഞ്ഞാലും ചെറുപ്പക്കാർക്ക് ഗുണമുണ്ടാകുമ്പോൾ അതൊരു കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ ഗുണമുണ്ടാകുന്നതാണ്. നമ്മുടെ ഒരു സമൂഹം എന്ന് പറയുന്നത് നമ്മൾ ഈ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പല തൊഴിലായിട്ടും പല മേഖലയായിട്ടും പല ജോഗ്രഫി ആയിട്ടും വെക്കുന്നുണ്ടെങ്കിലും ഇതൊരു ഒരു ടോട്ടാലിറ്റിയിലാണ് നിൽക്കുന്നത്. എവിടെ വരുന്ന ഗുണങ്ങളും ഇതിലെ ഏത് സെക്ടറിൽ വരുന്ന ഗുണങ്ങളും എല്ലാത്തിനെയും കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതും മറ്റൊന്നിന് ദോഷം വരാതെയും ഉള്ളതായിരിക്കണം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്.